ഒരു ശിശുവിൽ നിന്ന് എല്ലാവരിലേക്കും സന്തോഷം പകരുന്ന ദാനീച്ചൻ്റെ സന്ദേശം രണ്ടും കേട്ടു. ഇനിയൊന്നും പറയാനില്ല. വെച്ചാൽ അവനവനിലേക്ക് ചുരുങ്ങുന്ന ലോകത്തിൽ നിന്ന് വീണ്ടും എല്ലാവരിലേക്കും വികസിക്കുന്നതാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പറഞ്ഞിരുന്നൊരു പ്രാർത്ഥിക്കുന്നൊരു എഴുത്തച്ഛൻ്റെ ഒരു ഹരിനാമകീർത്തനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിചയമുള്ള ആൾക്കാർ ഉണ്ടാവില്ല. അതിലൊരു പ്രാർത്ഥനയുണ്ട്: ആനന്ദ ചിന്മയ ഹരേ ഗോപികാരവണ, ഞാൻ എന്ന ഭാവം അത് തോന്നായിക വേണം. ഈ അഹംഭാവം എനിക്ക് തോന്നായിക വേണം. തോന്നായിക വേണം. ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാൻ ഇതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. ഇനി ഞാനെന്ന ഭാവം എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അഖിലം ഞാൻ, ഇതെല്ലാം ഞാൻ തന്നെയാണ്. ഓരോരുത്തരുടെ വേദനയും എൻ്റെ വേദനയാണ്, ഓരോരുത്തരുടെ സന്തോഷവും എൻ്റെ സന്തോഷമാണ്, ഓരോരുത്തരുടെ ദുഃഖവും എൻ്റെ ദുഃഖമാണ്, ഓരോരുത്തരുടെ സങ്കടവും എൻ്റെ ദുഃഖമാണ്. എല്ലാ ജീവജാലങ്ങളും, മനുഷ്യൻ്റെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള മണ്ണിൻ്റെയും കല്ലിൻ്റെയും കാറ്റിൻ്റെയും മഴയുടെയും വെള്ളത്തിൻ്റെയും അഗ്നിയുടെയും എല്ലാം അത് എൻ്റെ ഭാവം തന്നെയാണ് എന്ന ആ ചിന്തയിലേക്ക് വരാൻ, അത് തന്നെയാണ് നമ്മുടെ ക്രിസ്മസ്, അത് തന്നെയാണ് നമ്മുടെ സന്തോഷം. മറ്റൊന്നും പറയാനില്ല. ിന്റെ മാധുരിമയെങ്ങനെ വന്നു പറയൂ ഗാനത്തിൽ മുഖരാതേനിന്റെ മാധുരിമയെങ്ങനെ വന്നു പരമപ്രകാശത്തിൽ ഒരു ബിന്ദുവാരോ നിൻ നിറുകയിലിറ്റിക്കയാലോ പരമപ്രകാശത്തിൽ ഒരു ബിന്ദുവാരോ നിൻ നിറുകയിലിറ്റിക്കയാലോ കരളിലെ ദുഃഖങ്ങൾ വജ്രശലാകയായിരുൾ കീറിപ്പായുകയാലോ കരളിലെ ദുഃഖങ്ങൾ വജ്രശലാകയായിരുൾ കീറിപ്പായുകയാ